ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ഓണമായിട്ട് കിട്ടിയ കുറച്ച് പണികളെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. ഇത് കണ്ടോ, നമ്മുടെ 1200 രൂപയുടെ ഒരു സാരിയായത്. ഇത് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് അന്നേ ആ സ്റ്റോക്ക് എല്ലാം ക്ലിയർ ഔട്ടായി പോയത്. ഇതിൻ്റെ ബാക്കി പീസസ് എല്ലാം പോയി. ഇതൊരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് കൺഫേം പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓർഡറാണ്. ഇതുപോലൊക്കെ വേണം പണി തരുന്നെങ്കിൽ പണി തരാനായിട്ട്. ഈ സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഈ സാധനം എല്ലാം സോൾഡ് ഔട്ട് ആയി പോകും. പിന്നെ ഫോട്ടോ ഇട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഓൺലൈനിൽ സെയിലായി പോകും. നമുക്ക് കൂടുതലും നടക്കുന്നത് ഓൺലൈൻ സെയിലാണ്. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ പണി തരുന്നതാണ്. നമുക്കിത് കണ്ടോ, ഇത് 1 month ആയിട്ടൊരു കസ്റ്റമർ, നന്ദിയുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര നന്ദിയുണ്ട്. ഇത് സാലറി വീണാൽ ഉടനെ എടുക്കാമെന്നും പറഞ്ഞ് 1 month നമ്മളെ കൊണ്ട് ഹോൾഡ് ചെയ്യിപ്പിച്ച് വെപ്പിച്ചതാണ്. പലതവണ നമ്മളിത് സെയിലാക്കിക്കോട്ടെ, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാം വേണം, ഇത് കൺഫേം ആണ് ഓർഡർ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് വെപ്പിച്ചതാണ് ഇത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഓണം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അയക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു ഡെലിവറി ബാഗ് വരെ ലോസായി പോകുക കണ്ടോ. ഇങ്ങനെയൊക്കെ വേണം പണി തരുന്നെങ്കിൽ പണി തരാനായിട്ട്. പിന്നെയും ഞാൻ പറയാം, ഇതുണ്ടോ, കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം എടുത്ത് വെച്ചതായത്. ഇതിപ്പോൾ ആ ഓണത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് ഇതങ്ങ് സെയിലായി പോയേനെ. പാക്ക് ചെയ്ത് വെച്ച ഐറ്റം ഇത് കണ്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദിയുണ്ടേ, കാരണം ഇത്രയൊക്കെ സ്റ്റോക്ക് നമുക്ക് ആ കൂട്ടത്തിൽ അതങ്ങ് സെയിൽ ചെയ്ത് പോയ തന്നെയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിത് ഇത്രയും സ്റ്റോക്ക് ഇരിക്കേണ്ടോ. ഈ സാരിക്ക് എത്ര പേര് ഡിമാൻഡ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്നറിയാവോ. ഇതൊക്കെ അന്നേ അങ്ങ് സെയിലായി പോയനായിരുന്നു. ഓക്കെ, ബൈ.